ഒരു ദരിദ്ര ബാലന്റെ പ്രതികാരത്തിൽ നിന്ന് പിറവിയെടുത്ത ഒരു കാർ കമ്പനിയുടെ കഥ ആരംഭിക്കുന്നത് അങ്ങ് ഇറ്റലിയിലാണ്. വർഷം 1916 ഏപ്രിൽ 28 ഇറ്റലിയിലെ റിനാസോ എന്ന ഗ്രാമത്തിൽ ഒരു ദരിദ്രനായ കർഷകന്റെ മകനായിട്ടാണ് ആ കുഞ്ഞു ബാലൻ ജനിക്കുന്നത്. രാപ്പകലില്ലാതെ കഠിനമായി വയലിൽ അധ്വാനിച്ചെങ്കിൽ മാത്രമേ അന്നന്നത്തേക്കുള്ള അന്നം അവർക്ക് ലഭിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ചെറുപ്രായത്തിൽ തന്നെ ആ ബാലൻ അച്ഛനെ സഹായിക്കാനായി വയലിൽ പോകുമായിരുന്നു. അങ്ങനെ വയലിൽ പണിക്കൊണ്ടുവരുന്ന ട്രാക്ടറുകൾ ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻസ് ആവുമായിരുന്നു. ആ ബാലൻ ആ ട്രാക്ടറുകൾ ശരിയാക്കുന്നത് വളരെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുമായിരുന്നു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വയലിൽ ട്രാക്ടർ വീണ്ടും കംപ്ലൈൻ്റായി നിന്നു. അപ്പോൾ ആ ബാലൻ ഇത്രയും കാലം നോക്കി പഠിച്ചതെല്ലാം ആ ട്രാക്ടറിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ട്രാക്ടർ ശരിയാകുകയും പഴയതുപോലെ ഓടിത്തുടങ്ങുകയും ചെയ്തു. അപ്പോഴാണ് അവൻ്റെ അച്ഛൻ മനസ്സിലാക്കുന്നത് തൻ്റെ മകന് മെക്കാനിക്കലിനോടാണ് താല്പര്യമെന്ന്. അങ്ങനെ അവനെ മെക്കാനിക്കൽ പഠിപ്പിക്കുകയും ചെയ്തു. ആ ബാലൻ ഒരു യുവാവായ സമയത്താണ് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ആ സമയത്ത് ആ യുവാവിനെ നിർബന്ധിത സൈനിക സേവനത്തിന് വേണ്ടി അവന് പോവേണ്ടി വരുന്നു. സൈനിക സേവനത്തിന് യാതൊരു താല്പര്യമില്ലാത്ത അവനെ അവിടെ ചെന്നപ്പോൾ ധാരാളം വണ്ടികളെക്കുറിച്ച് പഠിക്കാൻ അവന് കഴിഞ്ഞു. അങ്ങനെ യുദ്ധം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ ആ യുവാവ് വിവാഹിതനാവുകയും തനിക്കറിയാവുന്ന ട്രാക്ടർ മെക്കാനിക്കൽ എന്ന ജോലി ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ ഒരു സാധാരണക്കാരനായി നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഇടയ്ക്കാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെടുന്നത്. അതോടെ അദ്ദേഹം കുറച്ചുനാൾ മാനസികമായി തളരുകയും വിഷാദരോഗം അദ്ദേഹത്തിന് പിടിപെടുകയും ചെയ്തു. എന്നാൽ ആ മനുഷ്യൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. നല്ലൊരു മെക്കാനിക്കലായ തനിക്ക് എന്തുകൊണ്ട് തൻ്റെ രാജ്യത്തിന് വേണ്ടി വിലക്കുറവിൽ ഒരു ട്രാക്ടർ നിർമ്മിച്ചുകൂടാ എന്ന ചിന്ത അദ്ദേഹത്തിനുണ്ടാവുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ട്രാക്ടർ കമ്പനി തുടങ്ങി. ആ കമ്പനി വൻ വിജയമായപ്പോൾ അദ്ദേഹത്തിന് സമ്പത്ത് വന്ന് കുന്നുകൂടി. സമ്പത്ത് ഒരുപാടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടവാഹനമായ ഫെറാറി കാർ അദ്ദേഹം സ്വന്തമാക്കി. എന്നാൽ ഈ കാറിന് ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻസ് വന്ന് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകാൻ മാത്രമേ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നുള്ളൂ. ഇതിൽ കൂടുതലായി വരുന്ന കംപ്ലൈൻസ് ക്ലച്ചിനായിരുന്നു. അങ്ങനെ ഇരിക്കെ ഫെറാറിയുടെ ഉടമയായ എൻസോ ഫെരാരിയെ കാണാൻ അദ്ദേഹത്തിന് ഒരു അവസരം ലഭിച്ചു. അപ്പോൾ അദ്ദേഹം എൻസോ ഫെരാരിയോട് പറഞ്ഞു, നിങ്ങളുടെ കാറുകളെല്ലാം സൂപ്പറാണ്, ആ ക്ലച്ചിൻ്റെ കാര്യം കൂടെ ഒന്ന് പരിഹരിച്ചാൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന്. ഇത് കേട്ട എൻസോ ഫെരാരി അദ്ദേഹത്തിനോട് പറഞ്ഞു, ലോകത്തിലെ സൂപ്പർ കാർ നിർമ്മിക്കുന്ന ഞാനെവിടെ, വെറും ലോ ക്ലാസ് ട്രാക്ടറുകൾ നിർമ്മിക്കുന്ന താനെവിടെ, ആദ്യം തൻ്റെ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കൂ, എന്നിട്ട് എന്നെ ഉപദേശിക്കൂ എന്നും പറഞ്ഞ് ഫെരാരി അദ്ദേഹത്തെ കളിയാക്കി വിട്ടു. അന്ന് നിറകണ്ണുകളോടെ ഇറങ്ങിപ്പോയ ആ മനുഷ്യൻ്റെ മനസ്സിൽ തന്നെ കളിയാക്കിയവരുടെ മുൻപിൽ തനിക്ക് ജയിച്ചു കാണിക്കണമെന്ന വാശി ഉടലെടുക്കുന്നു. അതിനായി തൻ്റെ സകല സ്വത്തുക്കളും വിറ്റ് ഒരു കാർ കമ്പനി ആരംഭിക്കുന്നു. 6 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം ആ കമ്പനിയിൽ നിന്ന് 1963 ആദ്യത്തെ കാർ പുറത്തിറക്കി. ആ കാർ വൻ വിജയമാവുകയും ഫെരാറിയുടെ കാറുകളെ മലർത്തിയടിക്കുകയും ചെയ്തു. തന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവരുടെ മുൻപിൽ ജയിച്ചു കാണിച്ച ആ മനുഷ്യൻ്റെ പേരാണ് ഫെറോസിയോ ലംബോർഗിനി. അദ്ദേഹം നിർമ്മിച്ച കാർ കമ്പനിയുടെ പേരാണ് ലംബോർഗിനി. ഇന്ന് ഫെരാരിയുടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരേ ഒരു ബ്രാൻഡ്, ദ ലാംബോർഗിനി. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒന്നേ ഉള്ളൂ, നമ്മളെ ആരൊക്കെ കളിയാക്കിയാലും പുച്ഛിച്ചാലും അവരുടെ മുൻപിൽ നമ്മുടെ തോൽവി നമ്മൾ സമ്മതിച്ചാൽ മാത്രമേ തോൽവിയാകത്തുള്ളൂ. നമ്മൾക്ക് തോൽക്കാൻ മനസ്സിലെങ്കിൽ ചാരത്തിൽ നിന്ന് എണീറ്റ ഫീനിക്സ് പക്ഷിയെ പോലെ ജയിക്കാൻ ഫൈറ്റ് ചെയ്യുക, ഇദ്ദേഹത്തെ പോലെ.